ഏവം ജദ്ദിവരാർദ്ധകാലവിഗതാവീക്ഷാം സുധൃക്ഷാത്മ്യാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. അങ്ങനെ എത്ര കാലം കഴിഞ്ഞു ഈ പ്രളയം? 2 പരാർദ്ധകാലം. ദ്വിപരാർദ്ധകാലം. ബ്രഹ്മാവിൻ്റെ കാലമാണ് ദ്വിപരാർദ്ധം. 2 പരാർദ്ധങ്ങൾ എന്ന് വെച്ചാൽ ബ്രഹ്മാവിന് എത്ര വയസ്സാണ്? 100 വയസ്സാണ്. ആ 100 വയസ്സിനെ 2ആക്കി പറയുന്നു. 50ഉം 50ഉം. അതാണ് ദ്വിപരാർദ്ധം. 150, 250. 250 എന്ന് പറയണോ 100-ന്? 250 പറയണോ 100 എന്നുള്ളതിന്? അതായത് 50 കഴിഞ്ഞു, ഇനി 50 ബാക്കിയുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 50 വയസ്സ് കഴിഞ്ഞു, ഇനി 50 വയസ്സ് ബാക്കിയുണ്ട്. അപ്പൊ ദ്വിപരാർദ്ധ ജീവി എന്നാണ്. അതുകൊണ്ടാണ് ആ വാക്ക് പ്രയോഗിക്കുന്നത് തന്നെ ഇങ്ങനെ. അങ്ങനെ 2 പരാർദ്ധം കഴിയുമ്പോൾ ആ പ്രളയകാലം 2 പരാർദ്ധമാണ്. ആ 2 പരാർദ്ധകാലം കഴിയുമ്പോൾ ഈക്ഷാം സുസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. ആ 2 ദ്വിപരാർദ്ധം കഴിയുമ്പോൾ, 2 പരാർദ്ധങ്ങൾ കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് തോന്നും എത്ര കാലമാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി? എത്രയോ വർഷങ്ങൾ അല്ലേ? ഇത്രയും കാലം. അത് മനുഷ്യവർഷം വെച്ച് നമ്മൾ കണക്കാക്കുമ്പോഴാണ് നമുക്ക് 100 വയസ്സായസ് പോലെയാണ് അവരുടെ അനുഭവം. ആരുടെ? ബ്രഹ്മാവിൻ്റെ. കാരണം എന്താ? ബ്രഹ്മാവിൻ്റെ ആയുസ് 100 വർഷമാണ്. വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളുടെ 1 മാസം പിതൃക്കൾക്ക് 1 ദിവസമാണ്. മനുഷ്യൻ്റെ 1 മാസം എന്നുള്ളത് പിതൃക്കൾക്ക് 1 ദിവസം. മനുഷ്യന്റെ 1 കൊല്ലം എന്നുള്ളത് ദേവന്മാർക്ക് 1 ദിവസം. ഇതാണ് ഇതിന്റെ കണക്കേ. അപ്പൊ നമ്മളുടെ ദിവസം വെച്ചിട്ട് കണക്കാക്കരുത്. ഇതല്ല ദേവവർഷം, ഇതല്ല പിതൃവർഷം. അവിടെയെല്ലാം മാറ്റങ്ങളുണ്ട്. നമ്മളുടെ അനുഭവത്തിലുള്ള 100 വർഷത്തിന്റെ അനുഭവം തന്നെയാണ് ബ്രഹ്മാവിന്റെ 100 വർഷം. ആർക്ക്? നമ്മളെ കുറിച്ചല്ല, ബ്രഹ്മാവിനെ കുറിച്ച്. അങ്ങനെ 2 പരാർദ്ധകാലം കഴിയുമ്പോൾ, പ്രളയകാലം കഴിയുമ്പോൾ, സൃഷ്ടിയുടെ ആരംഭത്തിൽ അങ്ങയാൽ പ്രേരിക്കപ്പെട്ട് സൃഷ്ടി തുടങ്ങുന്നു. ആ സൃഷ്ടി എങ്ങനെ തുടങ്ങുന്നു? സ്വയം. വിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. മായാദഖലു കാലശക്തിരഖിലാദുഷ്ടം സ്വഭാവോ വിജപ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാ സഹായക്രിയാം. സൃഷ്ടി എങ്ങനെയുണ്ടാവണം? ഇച്ഛാമാത്രം പ്രഭോ സൃഷ്ടി. സൃഷ്ടി എങ്ങനെ ഉണ്ടാവുന്നു? ഇച്ഛാമാത്രം പ്രഭോ സൃഷ്ടി. പ്രഭുവിൻ്റെ, ഈശ്വരൻ്റെ ഇച്ഛയിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുന്നത് എന്ന് എവിടെ പറയുന്നു? വേദം പറയുന്നു. ഇച്ഛാമാത്രം പ്രഭോ സൃഷ്ടി. പ്രഭുവിൻ്റെ ഇച്ഛാമാത്രമാണ് സൃഷ്ടി സംഭവിക്കുന്നത്. അപ്പൊ ആ 2 പരാർദ്ധകാലം കഴിയുമ്പോഴാണ് ഭഗവാൻ ഈ സൃഷ്ടിക്ക് തയ്യാറെടുക്കുന്നത്. അപ്പോ എന്ത് ചെയ്യുന്നു ഭഗവാൻ? ഈക്ഷാം സുസൃക്ഷാത്മികാം. സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഉള്ള ഈക്ഷണം, നോട്ടം. ആ നോട്ടമാണ് അതിന്റെ പ്രേരണ. തദൈക്ഷത ബഹുസ്യാം പ്രജായേയ എന്ന് വേദം പറയുന്നു. തദ് ഈക്ഷത, ഒന്ന് നോക്കിയിത്രേ. എന്നിട്ടോ ബഹുസ്യാം പ്രജായേയ, അനവധിയായിട്ട് തീരട്ടെ. അനവധിയായിട്ട് തീരട്ടെ എന്നാ. ഏതുപോലെ? ഇപ്പൊ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. ആ ചന്ദ്രനെ എങ്ങനെ കാണുന്നു നമ്മൾ? ഓരോ ജലാശയത്തിലും ഓരോ ചന്ദ്രനെ കാണുന്നില്ലേ? എത്ര ചന്ദ്രനുണ്ട്? ഒന്നേ ഉള്ളൂ. അത് പലതായിട്ട് കാണുന്നത് പോലെ അഹം ബഹുസ്യാം പ്രജായേയ,
ഞാൻ ഫലതായി തീരട്ടെ. കേവലേച്ഛ ബിഭ്രാണിത്വ ചുക്ഷുഭേ. അപ്പൊ സൃഷ്ടിക്ക് എന്ത് വേണം? ത്രിഗുണങ്ങളെ, സത്വരജസ്തമോ ഗുണങ്ങളെ ഒന്ന് ഇളക്കി വിടണം. ആ ഇളക്കാനുള്ളതായ നോട്ടം, ആ നോട്ടത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടാവും. മായാ സ്വയം മായാദഖലു കാലശക്തിരഖിലാദിഷ്ടം സ്വഭാവോ ബിജ പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ. അതിൽ നിന്ന് എന്തുണ്ടായി? മായയിൽ നിന്ന് സൃഷ്ടി ഉണ്ടാവുന്നു. കാലശക്തി അഖിലാദിഷ്ടം സ്വഭാവോ ബിജ. കാലം, പിന്നെ കർമ്മം, അതാണ് അഖില അദൃഷ്ടം. അദൃഷ്ടം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കർമ്മവാസനകൾ. സ്വഭാവം വാസനാവിശേഷം. സ്വഭാവം എന്താണ്? ഓരോരുത്തരുടെ സ്വഭാവം ഓരോ തരത്തിലാണ്. മനുഷ്യരിൽ തന്നെ നോക്കൂ, ഓരോരുത്തരുടെ ഓരോ സ്വഭാവം ഉണ്ടാവുക. ഒരേ നമ്മുടെ മക്കൾക്ക് തന്നെ ഓരോ ജാതി സ്വഭാവമാണ്. അച്ഛനൊരു സ്വഭാവം, മക്കൾക്കൊരു സ്വഭാവം, അമ്മാവനൊരു സ്വഭാവം, ഓരോരോ കുട്ടികൾക്ക് ഓരോരോ സ്വഭാവം. ഇതെന്തായി ഓരോരോ സ്വഭാവം ഉണ്ടാവാൻ കാരണം? ഒന്നൊന്നുണ്ടായതല്ലേ. ഇതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നു. ഒന്നുപോലെ വേറൊന്നും ലോകത്തില്ല. കാഴ്ചയിലുമില്ല, സ്വഭാവത്തിലുമില്ല. ഇപ്പൊ നമ്മൾ ഇരട്ടപ്പെട്ടവരാണെങ്കിൽ കൂടി ഒരേപോലെ കണ്ടാൽ കൂടി ഒരേപോലെ അല്ല, വ്യത്യാസമുണ്ടാവും. ഒന്നുപോലെ വേറൊന്നും ലോകത്തില്ല. സ്വഭാവം കൊണ്ടുമില്ല, കാഴ്ചയിലുമില്ല. അപ്പൊ ഈ സ്വഭാവം എങ്ങനെ എടുക്കുന്നു? വാസനകളൊക്കെ, കർമ്മവാസനകളൊക്കെ അനുസരിച്ചാണ് സ്വഭാവ രൂപീകരണം വരുന്നത്. നമ്മുടെ കർമ്മവാസനയൊക്കെ അനുസരിച്ചുള്ള സ്വഭാവ രൂപീകരണമാണ് നമുക്കുണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആ കർമ്മവാസനകളും കാലശക്തി അഖിലാദിഷ്ടം, കർമ്മവാസനകളും സ്വഭാവങ്ങളും കാലവും ഗുണാൻ വികാസ്യ, ഇതുകൾ ചേരുമ്പോൾ ഗുണങ്ങളെ വികസിപ്പിച്ചിട്ട് തസ്യാ സഹായക്രിയാം, ആ ഗുണങ്ങൾക്ക് ഈ പ്രപഞ്ചമായിട്ട് പരിണമിക്കാനുള്ള സഹായക്രിയകളെ ചെയ്യുന്നു. കാലം, പിന്നെ കർമ്മം, സ്വഭാവം. ഈ 3 കാര്യങ്ങൾ അതിൻ്റെ സഹായക്രിയയെ ചെയ്യുന്നു എന്നാണ്. അങ്ങനെ അങ്ങ് നിർവ്യാപകനാണെങ്കിലും അങ്ങയുടെ പ്രേരണയാൽ തന്നെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ശക്തി അങ്ങയിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നതും ഉണ്ടായത്. അങ്ങയിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നതാണ്. അതിൻ്റെ ഒരു കാരണം, നിമിത്തം മാത്രമാണ് ആര്? അങ്ങ്. ഈ നിമിത്തം എന്നുള്ളത് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. സവ്യസാചിൻ ചൽ അർജുന എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അർജുനെ പറയുന്നതാണ്. അല്ലയോ അർജുന, നീ നിമിത്തമാത്രമായി തീരെ. എന്തിന്? കൊല്ലാൻ വേണ്ടി നീ നിമിത്തമാവുമെന്നാണ് പറയുന്നത് അർജുനോടെ. കാരണം ഇവരെ എല്ലാവരെയും ഞാൻ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവരെല്ലാവരും ഹതന്മാരാണ്. ഈ യുദ്ധക്കളത്തിൽ കാണുന്ന കൗരവാദി സംഘം മുഴുവൻ എന്നാൽ കൊല്ലപ്പെട്ടു. എല്ലാവരെയും ഞാൻ വശീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിനക്കൊരു കർമ്മമുണ്ട്. അതെന്താണ്? അത് നിമിത്തം മാത്രമാണ്. അതായത് ഭൗതിക ദൃഷ്ടിയിൽ കൊല്ല എന്നുള്ളതുണ്ടല്ലോ, അത് നീയാണ് നിമിത്തം എന്നാ പറയുന്നത്. നമ്മുടെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മളൊരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഒരാളുടെ കാലം വളരെ കൃത്യമായിട്ടുള്ളതാണ്. ഒരായുസ് എന്നുള്ളത് വളരെ കൃത്യമാണ്. അത് ജനിക്കുമ്പോൾ തന്നെ ഇത്ര കർമ്മം, ഇത്ര കാലം, അതൊന്നും ഒരു ലേശം മാറ്റിവെക്കാൻ പറ്റില്ല. ഒരു ലേശം ഇതൊന്നും മാറ്റിവെക്കാൻ അരുതാർക്കും വിഫലം മനുഷ്യയത്നം. ഒരു ജീവി ജനിക്കില്ലെന്നു കരുതിയിട്ടുണ്ടവനുള്ള മൃത്യുകാലം. ഒരു ജീവി ജനിക്കുമ്പോൾ അവന്റെ മൃത്യുകാലം ഇന്ന സമയത്ത് എത്രയെന്ന് കണക്കാക്കി വെച്ചിട്ടുണ്ടാവുന്ന ഒരു ലേശം മാറ്റാൻ പറ്റില്ല. നാരായണ ബ്രഹ്മം ചോദിച്ചു, എനിക്ക് ജീവിതം നീട്ടി കിട്ടാൻ പറ്റുമോ ചോദിച്ചു ഇത്ര ദേവിയോട്, അല്ലേ? എനിക്ക് ആയുസത്തിന് നീട്ടി കിട്ടണം. അത് തരാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റുക? പറ്റണമല്ലോ. എന്റെ കാലിന്റെ മന്ത് ഈ കാലം നീ മറ്റേ കാലത്തിലേക്ക് ആക്കിക്കോളാൻ പറഞ്ഞു. അത്രല്ലേ പറ്റുള്ളൂ നിങ്ങളെ കൊണ്ട്.
അപ്പൊ അത് മനുഷ്യയത്നം എന്നല്ല, അത് ഈശ്വരന് തന്നെ മാറ്റാൻ പറ്റില്ല, അത് നിശ്ചയിച്ചതാണ്. ആ നിശ്ചിതമായിട്ടുള്ള നിമിത്താവുന്നതാണ്. വന്നൊരു വണ്ടി കുട്ടി ഇടിച്ചു മരിച്ചു, അയ്യോ ആസ്പത്രി കൊണ്ടുപോയി ഡോക്ടർമാർ പറ്റുന്നത് മുഴുവൻ നോക്കി, എന്നിട്ടും ശ്വാസം കിട്ടിയില്ല എന്നാണ് നമ്മളുടെ ഭാഷ്യം. പക്ഷെ അതല്ലല്ലോ അതിന്റെ സത്യാവസ്ഥ. അയാൾക്ക് അത്രയേ ഉള്ളൂ, അവിടെ മരിക്കാനുള്ള വിധിയുണ്ട്, അതിനുള്ള ഒരു നിമിത്തം മാത്രമായിട്ട് ഈ വണ്ടി ഓടി വരിക. കൗരവന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നിമിത്തം എങ്ങനെയാണോ അർജുൻ ആവുന്നത്, അതുപോലുള്ള അർജുൻ അവിടെ ഈ വണ്ടി വരണമാതിരിയാണ് അവർക്ക് എന്നർത്ഥം. വണ്ടി ഒന്ന് മുട്ടുന്ന പോലെയാണ്, അത്രയേ ഉള്ളൂ. അത് വിധിച്ചതാണ്, അതിനെ മാറ്റാനൊന്നും സാധ്യമല്ല. അപ്പൊ നിമിത്തമാത്രമാണ്. നിമിത്തമാത്രം ഭവ സവ്യസാചിന്ന, നിമിത്തമായി തീരുക. അതുപോലെ പ്രകൃതിയിൽ നിന്ന് തന്നെ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച് പ്രകൃതിയിൽ നിന്ന് ലയം പ്രാപിക്കുന്നുണ്ട്. അതിനുള്ള നിമിത്തമാത്രമാണ് ആര്? ഭഗവാൻ. അല്ലെങ്കിൽ ഭഗവാൻ കർത്തൃത്വം വരും.